ഇപ്പോൾ ഫേസ്ബുക്കിൽ നമ്മൾ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഫേസ്ബുക്ക് ആപ്പിൽ പോയിട്ട് അവിടെ നിന്ന് തന്നെ ഒരു ഫോട്ടോ എടുത്തിട്ട് എങ്ങനെ സ്റ്റോറി ഇടാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പുതിയൊരു സ്റ്റോറി ആഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രിയേറ്റ് സ്റ്റോറി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഒന്നെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ മുകളിൽ നമുക്കൊരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ സ്റ്റോറി എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റോറിയിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ നമ്മുടെ ഗാലറിയിൽ എത്തുന്നതായിരിക്കും. അപ്പം ഗാലറിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു ക്യാമറ ബട്ടൺ ഇവിടെ കാണാൻ കഴിഞ്ഞോളണം എന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിലോട്ട് വരിക. മുകളിലോട്ട് വന്നാൽ നമുക്ക് ഇവിടെ ഒരു ക്യാമറ ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ തുറക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇവിടുന്ന് സെൽഫി ക്യാമറ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് സെൽഫി ക്യാമറ ആക്കാവുന്നതാണ്. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. ഇപ്പം ഞാനൊരു എക്സാമ്പിളിന് ഒരു ഫോട്ടോ എടുക്കുകയാണ്. ഇനി ഇതിലോട്ട് മ്യൂസിക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ആൾക്കാരെ ടാഗ് ചെയ്യാനുണ്ടെങ്കിൽ ടാഗ് പീപ്പിളൊക്കെ ക്ലിക്ക് ചെയ്താൽ മതി. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോറി പോസ്റ്റ് ആവുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ തന്നെ ഒരു ഫോട്ടോ എടുത്തിട്ട് അത് സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.